ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അബീസ് കിച്ചൺ. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അടിപൊളി ബീഫ് സൂപ്പ് എങ്ങനെ പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കി എടുക്കാമെന്നാണ്. അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു പിടി ക്യാബേജ് നീളത്തിലരിഞ്ഞതാണ്. അതിനുശേഷം നമ്മൾ എടുക്കേണ്ടത് ബീൻസാണ്. എനിക്കിപ്പോൾ ബീൻസ് കിട്ടാത്തതുകൊണ്ട് ഞാനിവിടെ പയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് കോണാണ്. ഞാനിവിടെ ഒരു കോണിൻ്റെ മുക്കാലോളം എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചേർക്കേണ്ടത് ക്യാരറ്റാണ്. ഒരു 2 ക്യാരറ്റ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാനിവിടെ കുറച്ച് ബീഫ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൂപ്പ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ചരുവത്തിൽ വെള്ളം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ലിറ്റർ വെള്ളമാണ്. അതിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ചേർക്കാം. പിന്നെ നമ്മൾ വെള്ളം ഒന്ന് തിളയ്ക്കുന്നത് വരെയാണ് വെയിറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്യാം. മഷ്റൂമൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാബേജ്, കോണ്, ക്യാരറ്റ്, പയർ, വെളുത്തുള്ളി. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി ഒരു മീഡിയം ഫ്ലെയിമിലിടാം. വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് വെജിറ്റബിൾസൊക്കെ ഒന്ന് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൂപ്പ് മിക്സ് ചെയ്യാൻ മറന്നു പോകരുത്. ഇവിടെ വെള്ളം നല്ലപോലെ തിളച്ചു, വെജിറ്റബിൾസൊക്കെ പകുതി വേവായി. ആ സമയത്ത് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് വിനെഗറാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു കുഞ്ഞു സ്പൂണിന് 1 സ്പൂൺ വിനെഗർ ചേർത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് സോയാ സോസാണ്. 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാനിവിടെ ചേർക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ചേർക്കേണ്ടത് മുട്ടയാണ്. മുട്ടയുടെ ഉണ്ണി അങ്ങനെ ചേർക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സാധാ എല്ലാവരും മുട്ടയുടെ വെള്ളയാണ് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ മുട്ടയുടെ വെള്ള ചേർക്കുന്ന സമയത്ത് മിക്സ് ചെയ്തുകൊണ്ട് തന്നെ വേണം ചേർക്കാൻ, അല്ലെങ്കിൽ അവിടെ ഇവിടെ കട്ടി പിടിച്ച് കിടക്കും. അവസാനമായിട്ട് ഈ സൂപ്പിന് ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടി നമ്മൾ കോൺഫ്ലവർ ചേർക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിൽ ഇച്ചിരി വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കോൺഫ്ലവർ നമ്മുടെ സൂപ്പിലേക്ക് ചേർക്കാം. മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം കോൺഫ്ലവർ ചേർക്കാനായിട്ട്. ഇപ്പോൾ തന്നെ കണ്ടോ, നമ്മുടെ സൂപ്പിന് നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സൂപ്പ് റെഡിയായി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നിങ്ങളെല്ലാവരും ഈ ബീഫിൻ്റെ സൂപ്പ് ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റാണ്. കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന അതേ ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.